നിങ്ങൾ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണോ നിങ്ങളുടെ ഡ്രസ്സ് സ്ഥിരമായിട്ട് അലക്കാറ്? അങ്ങനെ അലക്കുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. കണ്ടില്ലേ, ഇത് വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗമാണ്. അതായത് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഉൾഭാഗത്തെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ട് അല്ലേ. പുറമേന്ന് നോക്കുന്ന സമയത്ത് ആഹാ എന്ത് ഭംഗിയുണ്ട് കാണാൻ അല്ലേ. ചളിയോ പൊടിയോ ഒന്നും തന്നെ ഇല്ല. ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല വെള്ള കളറിലുണ്ട്. ഈ ഒരു വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗത്താണ് നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു അഴുക്കും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബ്ലൂ കളറിൽ ഒരടപ്പ് കാണുന്നില്ലേ, അതിൻ്റെ സൈഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൂടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ആ അടപ്പ് നമുക്ക് എടുക്കാൻ കഴിയും കേട്ടോ. കണ്ടില്ലേ, എന്തുമാത്രം അഴുക്കാണ് ആ ഒരു അടപ്പിൽ പറ്റി പിടിച്ച് കിടക്കുന്നത്. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാതെ ഇരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയോ? മെഷീനിൽ നിന്ന് ദുർഗന്ധം വരികയും അതുപോലെ അലക്കിയ വസ്ത്രങ്ങൾക്കെല്ലാം പാട് വീഴുകയും അതിനെല്ലാം ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. നമ്മൾ ചില സമയത്തൊക്കെ ഈ ഡിറ്റർജൻറ്റുകളൊക്കെ ഉപയോഗിച്ചാലും നമുക്ക് ഫീൽ ചെയ്യാറില്ല എന്തുകൊണ്ടാണ് ഈ ഡ്രസ്സിനൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറെന്ന്. അതിൻ്റെ കാരണം ഇതാണ്. പിന്നെ മിഷൻ്റെ ഒരു പ്രവർത്തനം, അതിൻ്റെ ഒരു സ്പീഡ് കുറയും. പെട്ടെന്ന് മിഷൻ കംപ്ലൈൻ്റ് ആവാനും സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ, നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പം തന്നെ നമുക്ക് വല്ലാതൊരു അറപ്പ് ഫീൽ ചെയ്യും. ഈ ഒരു വാഷിംഗ് മെഷീനിലാണോ നമ്മൾ ഇത്രയും ദിവസം ഡ്രസ്സ് അലക്കിയത് എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു സങ്കടമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വല്ലാതെ വരെ എന്തോ വല്ലാത്തൊരു ഫീലാണ് അത് കാണുന്ന സമയത്ത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ആ സ്ക്രൂ മെല്ലെ ഒന്ന് ഊരിയെടുക്കാം കേട്ടോ. മെല്ലെ ഊരിയെടുത്തിട്ട് ആ ഒരു അടപ്പ് പൊന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഒരു വാഷിംഗ് മെഷീനിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്ന്. എത്രമാത്രം അഴുക്കാണ് അതിനകത്ത്. കണ്ടില്ലേ, ആ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ അഴുക്കാണേ. ഇത് എൻ്റെ വീട്ടിലെ വാഷിംഗ് മെഷീനാണ്. ഞാൻ 2 മാസം കൂടുന്ന സമയത്ത് ഈ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് അസുഖങ്ങളും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് ഒരു 3 മാസത്തേക്ക് നീണ്ടു പോയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. 2 മാസം കൂടുമ്പം ക്ലീൻ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ വർഷങ്ങളായിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തുമാത്രം അഴുക്കും കാര്യങ്ങളും ആ ഒരു വാഷിംഗ് മെഷീനിൽ കാണുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കുന്നതല്ലേ. പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ നമുക്ക് അസുഖങ്ങൾ വരാനും അലർജി വരാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. 2-3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ 2-3 മാസം കൂടുമ്പോൾ മാത്രം ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ഡെയിലി, അതായത് ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അലക്കുന്ന ആളുകളാണെങ്കിൽ അവർ കഴിയുന്നതും എല്ലാ മാസവും വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പണികൾ എളുപ്പമാക്കുന്നതിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നതാണ് ഇതുപോലുള്ള മെഷീനുകളെ അല്ലേ. അങ്ങനെ ആശ്രയിക്കുന്ന സമയത്ത് ആ മെഷീനുകളും അതുപോലെ ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേതും കൂടിയാണ്. നമ്മുടെ എളുപ്പത്തിനും സമയം ലാഭിക്കാനും പെട്ടെന്ന് തന്നെ വാഷിംഗ് മെഷീനിലിട്ട് നമ്മൾ ഡ്രസ്സുകളൊക്കെ അലക്കിയെടുക്കും അല്ലേ. എന്നാൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടും വൃത്തിക്കുറവ് കൊണ്ടും അതേ ഡ്രസ്സിൽ നിന്ന് തന്നെ നമുക്ക് അസുഖങ്ങൾ വരാൻ ഒരുപാട് ചാൻസ് കൂടുതലാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർക്ക് ഇൻഫെക്ഷനും അതുപോലെ അലർജി അങ്ങനത്തെ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആളുകൾ നന്നായിട്ട് അത് ക്ലീൻ ചെയ്യുക കേട്ടോ. 2-3 ദിവസം കൂടുന്ന സമയത്ത് ഇതിലെ അഴുക്കും ഞാൻ കളയാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അസുഖവും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നത് കൊണ്ട് അതിനെനിക്ക് കഴിഞ്ഞില്ല. അതിന് മാത്രം അതിലും അഴുക്കും ചളിയും എല്ലാം അടിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ഒരു സഞ്ചി ചില ആളുകൾക്കൊക്കെ കീറിപ്പോയിട്ടുണ്ടാവും. എൻ്റെത് ഇത് 3ാമത്തതാണ്. ഇതിൻ്റെ മുന്നേ 2 ഉണ്ടായിരുന്നു. അതെല്ലാം ആ ഒരു നെറ്റ് കീറിപ്പോയിട്ടോ. അപ്പോൾ കുറേ ആളുകൾക്ക് അറിയില്ല അത് നമുക്ക് വാങ്ങാൻ കിട്ടും എന്നുള്ളത്. ഈ ഒരു സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി ആരുടെയെങ്കിലും വാഷിംഗ് മെഷീനിൽ ഇതുണ്ട്, ഇത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം വാങ്ങാൻ കിട്ടും കേട്ടോ. കണ്ടോ, നന്നായിട്ട് അഴുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പിന്നൊക്കെ ഉണ്ട് കേട്ടോ, സേഫ്റ്റി പിൻ, അതായത് പോക്കറ്റിൽ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ മുകളിലൊക്കെ കുടുങ്ങും. നമ്മൾ വിചാരിക്കും അത് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവുന്നു, പക്ഷേങ്കിൽ അത് എങ്ങനെയെങ്കിലും ആ ഹോളിൽ കൂടി ഉൾഭാഗത്തേക്ക് പോകും കേട്ടോ. പിന്നെ
അതുപോലെ മുടി, സ്പോഞ്ചുകൾ, പഞ്ഞികൾ കണ്ടില്ലേ, ഇതൊക്കെ ഡ്രസ്സിൻ്റെ മുകളിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ നൂല്, അതിങ്ങനെ ഉണ്ടയായിട്ട് കിടക്കുകയാണ്. സൈഡിൽ ഒരു ഭാഗവും കൂടി ഉണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ എടുക്കാൻ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും 2-3 മാസം കൂടുമ്പം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൾ കാണിക്കുന്ന മെഷീനിൽ എന്തുമാത്രം അഴുക്കുണ്ടെന്ന് അല്ലേ. ഞാൻ പറഞ്ഞത് സത്യമാട്ടോ. ഞാൻ 2-3 മാസം കൂടുന്ന സമയത്ത് എൻ്റെ മെഷീൻ ക്ലീൻ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇനി 2 മാസം കഴിഞ്ഞിട്ട് സെയിം മെഷീൻ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ഞാനിതിൽ പോസ്റ്റ് ഇടാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും നന്നായിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അത് സെറ്റാക്കി വെച്ചാൽ പിന്നെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. മാസം, അതായത് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അഴുക്ക് കൂടിക്കൂടി വരിക കേട്ടോ ചെയ്യുക. ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് ഈ മെഷീൻ്റെ അടുത്തേക്ക് പോയിട്ട്, അപ്പോൾ ഈ ഒരു അവസ്ഥയാണെങ്കിൽ വർഷങ്ങളായിട്ട് കഴുകാതിരിക്കുന്നവരുടെ മെഷീൻ്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ മെഷീൻ്റെ ഉൾഭാഗം മൊത്തത്തിൽ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു കൊഴുത്ത സൈസ് ചളിയാണേ. ചളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈമൽ അങ്ങനെ പറ്റി പിടിക്കുന്നില്ല, പക്ഷേങ്കിൽ നന്നായിട്ട് ചളിയുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ ചളി പിടിച്ചിട്ട് കുറച്ച് കറയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. കണ്ടോ, കാണുമ്പം തന്നെ ഭയങ്കര ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം ഈ ഒരു മെഷീനിൽ ഇട്ടിട്ടാണല്ലോ നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കിയതെന്ന് വിചാരിക്കുമ്പം വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം അല്ലേ, നമുക്ക് മെഷീൻ ഡെയിലി ഊരി ക്ലീൻ ചെയ്യാൻ എന്തായാലും കഴിയില്ല. സമയം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ക്ലീൻ ചെയ്യാം. പക്ഷേ പലരോടും അത് വിട്ടു പോവും അല്ലേ. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കൊണ്ടുപോയി ഇടുക, അലക്കുക, തിരിച്ച് പോരുക, അത്രമാത്രം. അതെന്താ വിട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മെഷീൻ്റെ ഉള്ളിൽ ഒരു ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല അല്ലേ. പക്ഷേ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ടോപ്പ് ഭാഗം തുറന്നു നോക്കുന്ന സമയത്താണ് നമുക്കതിനകത്തുള്ള ഒരു ചളിയും അഴുക്കുകളും എല്ലാം കാണാൻ കഴിയുന്നത്. അങ്ങനെ വെള്ളമൊക്കെ തുറന്നിട്ട് ഞാനത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു അടപ്പ് നമുക്ക് പുറമേ നിന്ന് ക്ലീൻ ചെയ്യാം. തൽക്കാലം അതിനകത്ത് ആദ്യം സോപ്പും പൊടിയൊന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. കഴുകിയെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ ആ ഒരു ചക്കുണ്ട്, അതൊന്നും പൊട്ടിപ്പോവാനോ ഒന്നും പാടില്ല. നല്ല വൃത്തിക്ക് നന്നായിട്ട് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ മാത്രമായിട്ട് നമുക്ക് ഒരുപാട് ലിക്വിഡുകളും അതുപോലെ പൗഡറുകളൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു ഐറ്റംസും ഇതുവരെയായിട്ടും വാങ്ങി ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാമായിരുന്നു. അങ്ങനെ വാങ്ങി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാട്ടോ. നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് വാങ്ങുന്നത്, അതിൻ്റെ പേരൊക്കെ ഒന്ന് കമൻറ്റിൽ പറയാം. ഞാൻ ഉജാലയുടെ സോപ്പും പൊടിയാണ് അലക്കാൻ ഉപയോഗിക്കാറ്. സെയിം അതേ സോപ്പും പൊടി തന്നെയാണ് ഞാൻ മെഷീൻ ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാറ്. പിന്നെയെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ സോപ്പും പൊടി ഇട്ടിട്ട് ക്ലീൻ ചെയ്യാതെ ഫസ്റ്റിൽ ആ അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ സോപ്പും പൊടി ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. വലിയ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. അവിടെയൊക്കെ പല്ല് തേക്കുന്ന പഴയ ബ്രഷ് ഇട്ടെങ്കിൽ അതുപയോഗിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതിയേ. ഇതൊന്നും നമ്മളത്ര ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളാണ് അല്ലേ. വാഷിംഗ് മെഷീന് നമ്മൾ പൊതുവേ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അതിൻ്റെ പുറംഭംഗി മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ അഴുക്ക് കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊന്നും നമ്മൾ കാണാത്ത സ്ഥലങ്ങളാണ് അല്ലേ. വെള്ളത്തിൽ കിടന്നിട്ട് ഈ ചളിയും അഴുക്കും കണ്ടോ, ആ ഒരു വെള്ളം തൊട്ടപ്പോൾ തന്നെ ആ അഴുക്ക് അതിലേക്ക് അലിഞ്ഞിറങ്ങി. അതുപോലെയാണ് ഈ ഒരു വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രസ്സ് അലക്കുന്ന സമയത്ത് ഈ അഴുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്രസ്സിലേക്ക് വരും കേട്ടോ. അങ്ങനെ മെഷീൻ്റെ ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു നെറ്റ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ സൈഡിലും അഴുക്കുണ്ടാവും. നമ്മൾ വിചാരിക്കും അതിനകത്ത് അഴുക്കുണ്ടാവില്ല എന്ന്. അവിടെ ഒരു ഹോള് കണ്ടോ, ആ ഒരു ഹോളിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതിൻ്റെ താഴത്ത് കുറച്ച് ഹോളുണ്ട്. ആ ഹോളിലൂടെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയാൽ അതിനകത്ത് കൂടെ ഇങ്ങനെ ചാടുന്നത് കാണാം. കണ്ടോ, അതിൻ്റെ ഉൾഭാഗത്തേക്ക് നന്നായിട്ട് വെള്ളം അടിച്ച് കൊടുക്കണേ. എൻ്റേത് വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനാണ്. കണ്ടോ, ആ ഒരു ഹോളിൽ നിന്ന് ഇറങ്ങി വന്ന ചളിയാണ് കേട്ടോ കാണുന്നത്. കണ്ടില്ലേ, എൻ്റേത് വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനാണ് കേട്ടോ.
എല്ലാ വാഷിംഗ് മെഷീനും ഈ ഒരു രീതിയിലല്ല ക്ലീൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ അടപ്പ് തുറക്കുന്നതൊന്നും ഇങ്ങനെയല്ല. ഈ ഒരു മോഡൽ വാഷിംഗ് മെഷീനാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞാൻ കാണിച്ചു തന്നതുപോലെ ഏറ്റവും ടോപ്പിലുള്ള അടപ്പ് തുറന്നതിന് ശേഷം അതിൻ്റെ സ്ക്രൂ ഊരി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് അമർത്തി പിടിച്ചിട്ട് ഒന്ന് പൊന്തിച്ചെടുത്താൽ ആ ഒരു അടപ്പ് നിങ്ങളുടെ കയ്യിൽ വരും കേട്ടോ. കണ്ടോ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറയും കാര്യങ്ങളുണ്ട്, അത് ചളിയല്ല കേട്ടോ, കറ പിടിച്ചതാണ്. ഈ ഒരു ചക്കിൻ്റെ ഉള്ളിലൊക്കെ മുടിയൊക്കെ കുടുങ്ങിക്കിടക്കും, അതൊക്കെ നമുക്കൊരു പിന്നിട്ടിട്ട് കുത്തിയെടുത്താൽ മതിയേ. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ബ്രഷ് വെച്ച് ഒരതി, പക്ഷേ അതൊന്നും പോകുന്നില്ല, അതൊക്കെ കറ പിടിച്ചതാണ്. മിഷീൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഇത് ക്ലീൻ ചെയ്യാനാണ്. ഇത് അതിൻ്റെ ടോപ്പ് ഭാഗമാണ്, അതിൻ്റെ ഉൾഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ, അതിൽ നന്നായിട്ട് ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, നല്ല വൃത്തിയില്ലേ കാണാൻ. ഇത് കണ്ടാൽ ആരെങ്കിലും പറയുമോ അതിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് എന്നുള്ളത്? അതുപോലെ ആ ഒരു സഞ്ചി കണ്ടില്ലേ, സഞ്ചിയിലും നന്നായിട്ട് അഴുക്കുണ്ട്. കണ്ടോ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്യാറുണ്ടായിരുന്നു, പക്ഷേ അതും അങ്ങനെ പോയി. പിന്നെ കണ്ടില്ലേ ഈ ഒരു സംഭവം, അതും അതിൻ്റെ ഉൾഭാഗത്തുള്ളതാണ്. ഇത് ഉള്ളത് കൊണ്ടാണ് പിന്നെ അതുപോലെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ, കല്ല് മണ്ണ്, അതൊന്നും അങ്ങനെ ഉൾഭാഗത്തേക്ക് അങ്ങനെ പോയില്ല കേട്ടോ, ഇതിൽ കെട്ടിക്കിടക്കുകയാണ് ചെയ്യുക. വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു അടപ്പ് ക്ലീൻ ചെയ്യാനാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഉള്ളിൽ ഫുള്ള് കള്ളികളാണ്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയില്ല. ആദ്യം ഞാൻ വലിയ ബ്രഷ് ഉപയോഗിച്ച് അത്യാവശ്യം ചളിയും കാര്യങ്ങളൊക്കെ ഉരച്ചു പോക്കിയിട്ടുണ്ട്. അതിനുശേഷം പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തിട്ട് ഉൾഭാഗത്ത് മടക്കുകളിലൊക്കെ ചളിയുണ്ട്, ഒരു കൊഴുപ്പാണ് ഇട്ടടിഞ്ഞത്, അത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുക്കാൽ ഭാഗം, അതായത് ഒരു 90% നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞെന്ന് പറയാം കേട്ടോ. അടുത്തതും സെയിം അതുപോലെ തന്നെയാണ്. നമുക്ക് വലിയ ബ്രഷ് ഇട്ടിട്ട് ഒരുപാട് ക്ലീൻ ചെയ്യാൻ കഴിയില്ല, അത് ചെറിയ ചെറിയ ഹോളാണ്. അതുകൊണ്ട് ഞാൻ അതും പല്ല് തേക്കുന്ന ബ്രഷിനെ ഇട്ടിട്ടാണ് കഴുകുന്നത്. പിന്നെ ഉൾഭാഗത്ത് ഒരുപാട് മടക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ബ്രഷ് ഇട്ടിട്ടും അതിൻ്റെ ഉള്ളിലെ ആ ഒരു കൊഴുപ്പും ചളിയൊന്നും ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഈർക്കിലൊക്കെ ഇട്ടിങ്ങനെ തുഴഞ്ഞെടുത്താണ് അതും ക്ലീൻ ആക്കിയത്. അടുത്തത് ഈ ഒരു നെറ്റാണ്. ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ നെറ്റ് കീറിപ്പോവേ. അത് കീറിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതും നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ബ്രഷ് കൊണ്ട് കഴുകിയെടുക്കുക കേട്ടോ. ഒരു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുത്ത എല്ലാ പാർട്സുകളും നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. 2-3 മാസം കൂടുന്ന സമയത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. നിങ്ങൾ ഇത് 2-3 മാസം കഴിഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കരുത്. 3 മാസം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെയാണോ കണ്ടത് സെയിം അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇനി മെഷീനിൽ നിന്ന് ഊരിയെടുത്ത പാർട്സൊക്കെ തിരിച്ച് അവിടേക്ക് തന്നെ ഫിറ്റ് ചെയ്യുക. ആ ഒരു ചെറിയ അടപ്പ് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു വലിയ അടപ്പ് വെച്ച് സ്ക്രൂ ഇടുന്നുണ്ട് കേട്ടോ. സ്ക്രൂ ഇടുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, പിരി തെറ്റിപ്പോകാൻ പാടില്ല. പിരി തെറ്റിപ്പോയാൽ പിന്നെ നമുക്ക് ഊരിയെടുക്കാനോ ഒന്നിനും കഴിയില്ല. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിടുക. അതിനുശേഷം ആ ഒരു അടപ്പുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട് ഇതുവരെ ക്ലീൻ ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ 2-3 മാസം കൂടുമ്പം സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കണ്ടോ, നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഇത് അഴുക്ക് നന്നായിട്ട് കൂടുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടല്ലോ അതൊക്കെ കുറയും കേട്ടോ. കണ്ടോ, നന്നായിട്ട് സ്പീഡ് കൂടിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയും അതുപോലെ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്കും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ.